ഈ ഒരു 2025 ടെക് ഇൻഡസ്ട്രിയിൽ നമുക്കറിയുന്ന പോലെ വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് പ്രൊഫഷണൽസ് ആണല്ലേ ഈ ഒരു ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡെവോപ്സ് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ആരാണ് ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, എന്തൊക്കെ എസെൻഷ്യൽ സ്കിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിനുവേണ്ടി നമ്മൾ പഠിക്കേണ്ട ടൂൾസും ടെക്നോളജീസും എന്തൊക്കെയാണ്, എങ്ങനെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ ഒരു റോഡ് മാപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. ഈ ഒരു റോഡ് മാപ്പിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഈ ഡെവോപ്സ് കോൺസെപ്റ്റ് എന്ന് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇൻഡസ്ട്രിയിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു കമ്പനീസിൽ മെയിൻ ആയിട്ട് രണ്ട് കോമ്പോണൻസ് ഉണ്ടാവും. അതായത് ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ടീമും ഉണ്ട്, ഓപ്പറേഷൻ ടീമും ഉണ്ടാവും. ഇവർ കംപ്ലീറ്റ്ലി രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഒരു പുതിയൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, ഡെവലപ്മെന്റ് ടീം അവർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അവർ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യുക, ഓപ്പറേഷൻ ടീമിന് ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യാം. ഓപ്പറേഷൻ ടീം എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റെബിലിറ്റിയിലും റിലയബിലിറ്റിയിലും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഈ ഒരു പുതിയ ഫീച്ചർ കൊണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പ്രൊഡക്ഷൻ സൈഡിൽ വരുവാണെങ്കിൽ ഈ ഒരു ബ്ലെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങൾ കാരണമാണ്, അവർ കാരണമാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡോക്കറിലൊക്കെ പറഞ്ഞ പോലെ എന്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിന്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നില്ല, എന്ത് പറ്റി? അപ്പൊ ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവൂലേ. അത് മാത്രമല്ല എല്ലാ പ്രോസസ്സും ഈ ഒരു മാനുവലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റിലീസ് സൈക്കിളിൽ ഒരു ഡിലേ വരും. ഈ ഒരു ഇൻകൺസിസ്റ്റന്റ് എൻവയോൺമെന്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെവോപ്സ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ജോബ് ടൈറ്റിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടൂളോ അങ്ങനെയൊന്നുമല്ല. ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസും ഒരു സെറ്റ് ഓഫ് ടൂളും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ പ്രോസസ്സിനെ എഫിഷ്യന്റ് ആക്കുക, ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഇതിന്റെ കീ കോൺസെപ്റ്റ് ഓട്ടോമേഷൻ ആണ്. അതായത് ബിൽട്ട് ആണെങ്കിലും ടെസ്റ്റ്, ഡിപ്ലോയ്മെന്റ്, ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യും. സോ ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ എറേഴ്സ് ആണെങ്കിലും മാക്സിമം റെഡ്യൂസ് ആവൂലേ. ഇനി രണ്ടാമത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഓപ്പറേഷൻ ടീമിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താണ്, അവരുടെ സെർവർ മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. അതായത് മാനുവലി സെർവർ സെറ്റപ്പിന് പകരം നമ്മുടെ ഈ ഒരു എൻറ്റയർ ഇൻഫ്രാസ്ട്രക്ചർ കോഡ് ത്രൂ ഡിഫൈൻ ചെയ്യുക. അത് നമ്മൾ എങ്ങനെയാന്നുള്ളത് അതിന്റെ ടൂൾസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു അതിന്റെ ഹെൽത്ത് ആണെങ്കിലും ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കിത് കാണാം, ക്വിക്ലി ഫിക്സ് ചെയ്യാം. സോ യൂസേഴ്സിന്റെ മേലെ ഇതുകൊണ്ട് വരുന്ന ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക അല്ലെ. ഓട്ടോമേഷന്റെ കേസ് പറഞ്ഞ പോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കൊളാബറേഷൻ. ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ ഓപ്പറേഷൻ ടീമും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവർ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യും. ടൂൾസ് ആണെങ്കിലും എല്ലാം ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല. അതായത് രണ്ട് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ ഒരു ബ്ലെയിം ഗെയിം അവിടെ ഉണ്ടാവില്ല. എല്ലാവരും ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ സൊല്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. കാരണം എന്താ, എല്ലാവരും ഈ ഒരു സെയിം പേജിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇനി നമുക്ക് ഈ പറഞ്ഞ ഓരോ പ്രോസസ്സും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സ്കിൽസും അതുപോലെ തന്നെ ടൂൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് ചെക്ക് ചെയ്യാം. ഈ ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് അവരുടെ വർക്കിന്റെ മെജോറിറ്റി ടൈമും സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സെറ്റപ്പിനും മെയിൻ്റെനിങ്ങിനും വേണ്ടിയിട്ടാണ് അല്ലെ. മജോറിറ്റി ഓഫ് ദീസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു OS ലിനക്സിലാണ്. അപ്പൊ ലിനക്സിൽ കംഫർട്ടബിൾ ആവുക എന്നുള്ളത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള തിങ് ആണ്. അവിടെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഒരു സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഷെൽ ലാംഗ്വേജ്, ബാഷ് ലാംഗ്വേജ് ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ. ഒരു ലിനക്സ് കമാൻഡ് ലൈൻസ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഈ ഒരു ലാംഗ്വേജ് ത്രൂ ആണ്. അവിടെ ഓട്ടോമേഷനും സ്ക്രിപ്റ്റിംഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമേഷൻ ആണെങ്കിലും ഈ ഒരു ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യും. ബേസിക് CLI കമാൻഡ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്, അതായത് നമ്മൾ ഡയറക്ടറിയിലേക്ക് എൻ്റർ ചെയ്യുന്ന CD, LS, കോപ്പി, മൂവ്, റിമൂവ് കമാൻഡ്സ് ഒക്കെ ഫസ്റ്റ് പഠിക്കാം. അതുപോലെ തന്നെ ഫയൽ സിസ്റ്റം ഹൈറാർക്കീസ് പഠിക്കുക. അതായത് റൂട്ട് ഡയറക്ടറി, ഹോം, പിന്നെ ഇപ്പോൾ വാർ ഡയറക്ടറി, നിങ്ങളുടെ അപ്പാച്ചി ലോഗ് എറേഴ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർ ഡയറക്ടറി, പിന്നെ കോൺഫിഗറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ETC ഫോൾഡേഴ്സ്. ഈ ഒരു ലിനക്സിന്റെ ഫയൽ സിസ്റ്റം ഹൈറാർക്കി ഒന്ന് പഠിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പെർമിഷൻസും ഓണർഷിപ്പും സെറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം CHmod 777 ഒക്കെ വെച്ചിട്ട് 777 ഒക്കെ നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ഫേസിൽ. ഇപ്പോൾ ഫോൾഡേഴ്സിനും ഫയൽസിനൊക്കെ പെർമിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓണർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ഒക്കെ. പിന്നെ അടുത്തത് നമ്മുടെ സിസ്റ്റം മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് കറന്റ് റണ്ണിങ് പ്രോസസ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസസ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള PS സ്റ്റോപ്പ് കിൽ കമാൻഡ്സിൽ കംഫർട്ടബിൾ ആവുക.
പിന്നെ അവർക്ക് വരുന്ന വേറൊരു റിക്വയർമെന്റ് ആണ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് റിമൂവ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള APTയും കമാൻഡ്സ് ഒക്കെ പഠിക്കാം. ഫൈനലി നിങ്ങൾ സ്ക്രിപ്റ്റിംഗിന്റെ ബേസിക്സും കൂടെ പഠിക്കുക. അതായത് ഏറ്റവും പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുന്നവർക്ക് സിമ്പിൾ ആയിരിക്കും. വേരിയബിൾസ്, ലൂപ്സ്, കണ്ടീഷൻസ്, ഫംഗ്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് അധികം സമയമൊന്നും എടുക്കൂല. മോസ്റ്റ്ലി ഒരു 1 മന്ത് കൊണ്ട് എന്തായാലും കംപ്ലീറ്റ് ആകും. 1 മന്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2-3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. ഈ ഒരു ഡെവോപ്സ് എഞ്ചിനീയറിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ നെറ്റ്വർക്കിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം എന്താ, നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ ഡാറ്റാബേസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എക്സ്റ്റേണൽ APIs ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലെ ഡിഫറെന്റ് പാർട്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന കണ്ടെയ്നേഴ്സിന്റെ കേസിലൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റിലും ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാവണം അല്ലേ. അപ്പം ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ OSI എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ പഠിക്കുന്ന നെറ്റ്വർക്കിങ്ങിന്റെ പഠിക്കുന്ന സമയത്ത് ആ ഒരു പേപ്പറിൽ ഫസ്റ്റ് അവർക്ക് അതായിരിക്കുമല്ലോ ഉണ്ടാവുക. അതിന്റെയൊക്കെ പ്രാക്ടിക്കൽ യൂസ് ഇവിടെയാണ് വരുന്നത്. TCP IP മോഡൽസ് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് IP അഡ്രസ്സിങ്ങും സബ്നെറ്റിംഗും ഒക്കെ. അതിലിപ്പോൾ പ്രോട്ടോകോൾസിലെ IPv4, IPv6 ഇത് പഠിക്കുക. പിന്നെ DNS, DHCP, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്, HTTPS പ്രോട്ടോകോൾസ്, FTP ഫയൽ ട്രാൻസ്ഫറിംഗ് ഫയൽ പ്രോട്ടോകോൾ, SSH, ഈ പ്രോട്ടോകോൾസ് ഒക്കെ പഠിക്കുക. അതിന് കൂടെ തന്നെ സെക്യൂരിറ്റി കൺസേൺസ്, അതായത് ഫയർവാൾ കോൺസെപ്റ്റ്, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ്, ഇപ്പൊ IP ടേബിൾസ്, UFW എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഫൈനലി നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് കമാൻഡ്സ്, ഇപ്പോൾ ബേസിക് കണക്ടിവിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പിങ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നെറ്റ് സ്റ്റാറ്റ്, ഈ കമാൻഡ്സ് ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നെറ്റ്വർക്കിങ്ങിന്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്. അപ്പൊ ഇതിന് ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതിപ്പോ നിങ്ങൾ SVN, ഗിറ്റ് എന്നൊക്കെ കേട്ടില്ലേ? അതിൽ പോപ്പുലർ ആയിട്ടുള്ളത് ഗിറ്റ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ടീമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേര് പാരലൽ ആയിട്ട് സെയിം പേജിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവൂലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം കോഡ് മിസ്സാവും, കോൺഫ്ലിക്റ്റ് വരും, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂസ് വരും. അപ്പൊ ഇതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ഓരോ വർക്കിലും വന്നിരിക്കുന്ന ചേഞ്ചസിനെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ടീം വർക്ക് ഈ സീംലെസ്ലി കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പ്രീവിയസ് വേർഷനിലേക്ക് റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആരെപ്പം എങ്ങനെ എന്ത് ചേഞ്ച് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഗിറ്റ് ത്രൂ കിട്ടും. നിങ്ങൾ മോസ്റ്റ്ലി ഗിറ്റ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗിറ്റിന്റെ കോൺസെപ്റ്റിൽ ഫെമിലിയർ ആവുക. എസ്പെഷ്യലി ബേസിക്സ് ആയിട്ടുള്ള ഗിറ്റ് കമാൻഡ്സ്, അതായത് നമ്മുടെ പ്രൊജക്ട് ക്ലോൺ ചെയ്തെടുക്കുന്നത്, കമ്മിറ്റ് ചെയ്യുന്നത്, പുൾ ചെയ്തെടുക്കുന്നത്, ഗിറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗിറ്റിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കോൺഫ്ലിക്ട്സിനെ റിസോൾവ് ചെയ്യാം, പിന്നെ ഫൈനലി മെർജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗിറ്റ് റിപ്പോസിറ്ററീസ്, ഇപ്പൊ ഗിറ്റ് ഹബ്, എൻ്റെ തന്നെ ഗിറ്റ് ഹബ് ഒക്കെ കുറെ പേര് ഇപ്പൊ എന്താ പറയാ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുഷ് ചെയ്യുന്ന കോഡൊക്കെ. അതുപോലെ ഗിറ്റ് ലാബ് കോൺസെപ്റ്റ്, പിന്നെ ഗിറ്റ് ത്രൂ എങ്ങനെയാണ് കോഡ് റിവ്യൂസ് ചെയ്യുന്നത്, പുൾ റിക്വസ്റ്റ് ഇടുന്നത് എങ്ങനെയാണ്, പിന്നെ ഗിറ്റിന്റെ വർക്ക് ഫ്ലോസ്. അപ്പൊ ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. എസ്പെഷ്യലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ഗിറ്റിലേക്ക് പുഷ് ചെയ്ത് നോക്കുക, ആരുടെയെങ്കിലും ഒരു പ്രൊജക്ട് പുള്ളി ചെയ്ത് നോക്കുക, ചേഞ്ചസ്, പിന്നെ നമ്മുടെ തന്നെ പ്രൊജക്റ്റിൽ ചേഞ്ചസ് വരുത്തി നോക്കുക. വേണമെന്ന് വിചാരിച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ റിസോൾവ് ചെയ്ത് നോക്കുക. ഇപ്പോൾ VS കോഡ് ഒക്കെ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പം ഒരു വേർഷൻ ഇപ്പൊ ഗിറ്റിൽ, സോ നിങ്ങൾ ഗിറ്റിൽ ഫെമിലിയർ ആവുക കേട്ടോ. ഇനി ഗിറ്റ് കോൺസെപ്റ്റ് എല്ലാം, ഇനി ഗിറ്റിന്റെ കമാൻഡ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എഗെയിൻ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഏത് പാർട്ട് വേണമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ ഒരു ഓട്ടോമേഷൻ ആണ് ഇവരുടെ ഏറ്റവും മെയിൻ ടാസ്ക്. അതായത് ഇപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യും, കോൺഫിഗറേഷൻസിനെ ഓട്ടോമേറ്റ് ചെയ്യും, ടൂൾസ് ഇന്റഗ്രേഷൻ ഓട്ടോമേറ്റ് ചെയ്യും. സോ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും എന്തിന്റെ ആവശ്യമുണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം. അവിടെ നിങ്ങൾക്ക് പൈത്തണോ, റൂബിയോ, ഗോയോ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പൈത്തോൺ ആണ്. ഇപ്പൊ ഗോയും ഉണ്ട് കേട്ടോ, നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ. പൈത്തോൺ എന്താ പറയുക, റെക്കമെൻഡ് ചെയ്യാനുള്ള റീസൺ അതിന്റെ സിംപ്ലിസിറ്റി ആണ്, പിന്നെ വെർസറ്റാലിറ്റിയും.
അപ്പോൾ പൈത്തോൺ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സിൻടാക്സ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുക. പിന്നെ മോഡ്യൂൾ മാനേജ്മെന്റ്, ഇപ്പം പാക്കേജസ്, മോഡ്യൂൾസ്, ഫയൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പഠിക്കുക, എറർ ഹാൻഡ്ലിംഗ് കോൺസെപ്റ്റ്, ട്രൈ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ പഠിക്കുക. അതുപോലെ തന്നെ പൈത്തോൺ സ്ക്രിപ്റ്റ്സ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരു ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ഇപ്പം ഏതെങ്കിലും ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ട് OSOSIS ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എഴുതുന്നത്, ബേസിക് ആയിട്ട് വെബ് സ്ക്രാപ്റ്റിംഗ് ടെക്നോളജീസ് പഠിക്കുക. ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. എഗെയിൻ മാൻഡേറ്ററി ആയിട്ടുള്ള തിങ് ആണ് ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് AWS ആണ്. വൈഡ്ലി യൂസ് ചെയ്യുന്നതും ഈ ഒരു പ്രൊവൈഡർ ആണ്. എന്താ പറയാ, ഇത് നമ്മുടെ ആപ്ലിക്കേഷനെ ബിൽഡ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ആവശ്യമുള്ള സർവീസസ്, ഇപ്പോൾ കമ്പ്യൂട്ടിംഗ്, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് സർവീസസ് ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ AWS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ലിനക്സിന്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ ഒരു 3 to 4 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ AWS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ EC2, വിർച്വൽ സെർവേഴ്സ് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ് സ്റ്റോറേജ്, പിന്നെ എന്താ വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് കോൺസെപ്റ്റ്, റിലേഷണൽ ഡാറ്റാബേസ് സർവീസസ്, സെർവർലെസ് കമ്പ്യൂട്ടർ, അതായത് ലാംഡ കോൺസെപ്റ്റ്, പിന്നെ മോണിറ്ററിംഗ് ലോഗിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ക്ലൗഡ് വാച്ചിങ് കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുക കേട്ടോ. അടുത്തത് കണ്ടെയ്നേഴ്സ് ആണ്. കണ്ടെയ്നേഴ്സ് നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ട് 2-3 വീഡിയോസിൽ പറയുന്ന പോലെ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡിപ്പെൻഡൻസിന്റെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. ഇതിന് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയും. ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത, നമുക്ക് നമ്മുടെ ഈ ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ എവിടെ വേണമെങ്കിലും റൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ സിസ്റ്റത്തിലും എവിടെ വേണമെങ്കിലും റൺ ചെയ്യാം. അത് നമ്മുടെ ആ ഒരു റൺ ചെയ്യുന്ന സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഈ കണ്ടെയ്നറിൽ ഉണ്ടാവും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റ്. അപ്പം ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് ഡോക്കർ. പിന്നെ അതിനെ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് വരുന്ന സമയത്ത് ഡോക്കർ കമ്പോസ് യൂസ് ചെയ്തിട്ട് മാനേജ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താണ് ഡോക്കർ, നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്, കണ്ടെയ്നേഴ്സ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കമാൻഡ്സ്, പിന്നെ ഒരു ഡോക്കർ ഫയൽ റൈറ്റ് ചെയ്യുക, ഡോക്കർ കമ്പോസ് എഴുതുക, മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിന് വേണ്ടിയിട്ട്, പിന്നെ കണ്ടെയ്നർ നെറ്റ്വർക്കിംഗ്, കണ്ടെയ്നർ വോളിയം കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുക. ഡാറ്റ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം നമുക്ക് വേണം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മളിപ്പോ കുറെ നേരമായിട്ട് ഓട്ടോമേഷൻ എന്ന് ഡിസ്കസ് ചെയ്യുക അല്ലെ. ഈ ഒരു ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് CI/CD, ഈ ഒരു കോൺസെപ്റ്റ്, അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് മെത്തേഡ്. ഇവിടെ എന്താ പറയുക, ഈ ഒരു ഡിപ്ലോയ്മെന്റ്, അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു കോഡ് ചേഞ്ചസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ റിലീസസ് ഫാസ്റ്റ് ആയിരിക്കും, റിലയബിളും ആയിരിക്കും ഈ ഒരു സർവീസ്. അപ്പൊ അതിന് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ടൂളാണ് ജെങ്കിൻസ് ടൂൾ എന്ന് പറയുന്നത്. പവർഫുൾ ടൂളാണ്. പക്ഷെ പിന്നെ അത് കൂടാതെയും ടൂൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ GitLab എന്ന് കേട്ടിട്ടുണ്ടാവും, സർക്കിൾ CI, ട്രാമിറ്റ് CIs ഒക്കെ ഉണ്ട്. അതിൽ എന്താ പറയുക, കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് എസ്പെഷ്യലി ബിഗിനേഴ്സിനൊക്കെ ജെങ്കിൻസ് ടൂൾ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ CI/CD കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും പഠിക്കുക. പിന്നെ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യുക നിങ്ങളുടെ സിസ്റ്റത്തിൽ. പിന്നെ അതിന്റെ ഒരു പൈപ്പ് CI/CD പൈപ്പ് ലൈൻ ഇത് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്യുക. നമ്മൾ ഡോക്കർ ഫയൽസിന്റെ കേസ് പറഞ്ഞ പോലെ ജെങ്കിൻസ് ഫയൽസിന്റെ ബേസിക്സ്, ഇപ്പോൾ ഡിക്ലറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സിൻടാക്സസ്, പിന്നെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്, ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ഇത് ത്രൂ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ബിൽഡ് ഓട്ടോമേഷൻ, ഡിപ്ലോയ്മെന്റ് ഓട്ടോമേഷൻ, എഗെയിൻ മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ് പ്രോസസ് ഒക്കെ പഠിക്കുക കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ഇതും നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അടുത്തത് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ആണ്. അത് നമ്മൾ ക്യൂബർനെറ്റീസിന്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ മൾട്ടി കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. ബാക്ക് എൻഡിന് വേണ്ടിയിട്ട്, ഫ്രണ്ട് എൻഡിന് വേണ്ടിയിട്ട്, ഡാറ്റാബേസിന് വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ APIs, എന്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. സോ ഈ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിനെ മാനുവലി മാനേജ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്, ഇപ്പം ഡോക്കർ കമ്പോസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതുപോലുള്ള ഓർക്കസ്ട്രേഷൻ ടൂളിനെ യൂസ് ചെയ്യാം. അതിൽ പോപ്പുലർ ആണ് ഈ ക്യൂബർനെറ്റീസ്. ഇവരിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപ്ലിക്കേഷനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ, ഇപ്പൊ സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഒരു ഹെവി ട്രാഫിക് വരുന്ന സമയത്ത്, അതുപോലെ ഇപ്പൊ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റീസ്റ്റാർട്ട് ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ആ ഒരു പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസിനെ സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ
ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടൂള്. അപ്പോൾ ഈ ഒരു ക്യൂബർനെറ്റീസിന്റെ ബേസിക് ആർക്കിടെക്ചർ പഠിക്കുക. ഇപ്പൊ മാസ്റ്റർ നോട്ട്സ്, അതുപോലെ തന്നെ വർക്കർ നോട്ട്സ്, പിന്നെ ക്യൂബർനെറ്റീസിന്റെ ബേസിക് കോമ്പോണൻസ്, ഇപ്പൊ പോഡ്സ്, സർവീസസ്, ഡിപ്ലോയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യൂബർനെറ്റീസിന്റെ നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാഷിംഗ് സർവേഴ്സിന്റെ മാനേജ്മെന്റ്, ഫയർ വാൾസ്, ലോഡ് ബാലൻസേഴ്സ്, റിവേഴ്സ് പ്രോക്സീസ്, ഫോർവേഡ് പ്രോക്സീസ്, ഇതിനെയൊക്കെ സെറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വെർസറ്റൈൽ ആയിട്ടുള്ള ടൂള് എൻജിനെക്സ് ആണ് കേട്ടോ. അപ്പം എൻജിനെക്സ് എങ്ങനെയാണ് എഗെയിൻ സെറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നത് നോക്കുക, ഫോർവേഡ് പ്രോക്സീസ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ റെഡിസ് ഡാറ്റാബേസ് ഒക്കെ കേട്ടിട്ടില്ലേ, അതെങ്ങനെയാണ് ഈ ഒരു ക്യാഷിംഗ് ഡാറ്റാബേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പൊ നെറ്റ്വർക്കിംഗ് ഇഷ്യൂസിന് എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ ലോഡ് ബാലൻസിങ്, ഇപ്പോൾ AWS CLB ഒക്കെ യൂസ് ചെയ്തിട്ട് ലോഡ് ബാലൻസിങ് എങ്ങനെയാണ്, നെറ്റ്വർക്ക് ട്രാഫിക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് എൻഷുർ ചെയ്യാൻ, അതൊരു മാൻഡേറ്ററി തിങ് ആണല്ലോ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ട്രാഫിക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വെർസറ്റൈൽ ടൂളിന്റെ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ടൂള് പഠിക്കുക. അതിൽ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു എൻജിനെക്സ് ആണെന്ന് മാത്രം കേട്ടോ. അടുത്തത് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ്. ഈ ഒരു കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എസ്പെഷ്യലി നമ്മുടെ സെർവേഴ്സും ആപ്ലിക്കേഷൻ്റെ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് പിപ്പറ്റ്, ആൻസിബിൾ അല്ലെങ്കിൽ ഷെഫ് ഓട്ടോമേറ്റിക് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ആൻസിബിൾ ടൂൾ ആണ്. വൺസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് പ്ലേ ബുക്സ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, പിന്നെ മോഡ്യൂൾസും റോൾ കോൺസെപ്റ്റ്, വേരിയബിൾസും ടെംപ്ലേറ്റ്സിനും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ടൂളായിരിക്കും, ടെറാഫോം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ. ഈ ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെറ്റപ്പ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മാനേജ് ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാം. അതിന്റെ സെറ്റപ്പും മാനേജ്മെന്റും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കോഡ് ത്രൂ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ ഒരു ഫിസിക്കൽ എഫേർട്ട് വേണ്ട, അതായത് ഫിസിക്കലി ആയിട്ടുള്ള കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഈ ഒരു ഇന്ററാക്റ്റീവ് കോൺഫിഗറേഷൻ ടൂൾസ് ഒന്നും ഇല്ലാതെ നമുക്കിത് കോഡ് ത്രൂ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എന്താ, നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ആവും, എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടെ സ്കെയിലബിൾ ആകൂലെ. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ടൂള് ടെറാഫോം ആണ്. കാരണം അത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെയാണ് കേട്ടോ. എഗെയിൻ ഈ ഒരു ടൂളിന്റെ ബേസിക്സ്, അതിന്റെ ഇൻസ്റ്റാളേഷൻ, പ്രൊവൈഡേഴ്സ്, റിസോഴ്സ് കോൺസെപ്റ്റ് പഠിക്കുക, കോൺഫിഗറേഷൻ ഫയൽ റൈറ്റ് ചെയ്യുക, പിന്നെ സ്റ്റേറ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, മോഡ്യൂൾസ് മാനേജ്മെന്റ് ഇത് ത്രൂ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്, വർക്ക് സ്പേസ്, റിമോട്ട് സ്റ്റേറ്റ് കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AWS ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈനൽ ടോപ്പിക്ക് മോണിറ്ററിംഗ് ആൻഡ് ലോഗിംഗ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഒരു പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യാൻ, ലോഗ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാം. സോ നമ്മുടെ ഒരു ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനാണെങ്കിലും റിലയബിലിറ്റിക്കാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂള് പ്രോംതെസ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഈ പ്രോംതെസ് ടൂൾ ആണ്. പിന്നെ അതിന്റെ കൂടെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫ്9 കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ELK സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്യാം കേട്ടോ. പ്രോംതെസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക്സ്, അതായത് ഇൻസ്റ്റാളേഷൻ, മെട്രിക്സ്, എക്സ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് പഠിക്കുക, അലേർട്ടിംഗ് പഠിക്കുക, മെയിൻലി അതിന്റെ കൊറി ലാംഗ്വേജ് പ്രോംക്യൂഎൽ പഠിക്കുക കേട്ടോ. ഒരു ഡെവോപ്സ് എഞ്ചിനീയറിന്റെ ബേസിക് ആയിട്ടുള്ള റോഡ് മാപ്പ് ഇതൊക്കെയാണ്. അപ്പം ഇത് 1-2 ദിവസം കൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഇത് പഠിക്കാൻ പറ്റില്ല. ഒരു 2-3 മാസം കൊണ്ടേ നമുക്ക് എല്ലാ ടോപ്പിക്സിലും തറവാൻ വേണ്ടി പറ്റൂ. നമ്മളിവിടെ ഒരുപാട് കോൺസെപ്റ്റ്സും അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസും ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. പിന്നെ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഡെവോപ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാട്ടോ, നിങ്ങളുടെ കമന്റ്സ് ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്